നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നമ്മുടെ നാട്ടിലെ ജെൻസി എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ തകർക്കാൻ തെരുവിലിറങ്ങി അവർ നമ്മുടെ നാട്ടിലെ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത്? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആദിവാസി യുവാക്കളുണ്ട്, ആദിവാസി ഗോത്രങ്ങളുണ്ട്. ഇവരെല്ലാം തന്നെ നിങ്ങൾ ഹിന്ദുക്കളല്ല, ഹിന്ദുക്കളും നിങ്ങളും വേറെ വേറെയാണ്. ഇപ്പോൾ ഭരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടി, സവർണർക്ക് വേണ്ടിയുള്ള സർക്കാരാണെന്ന് പറഞ്ഞ് ആദിവാസി യുവാക്കളെ നമുക്കിടയിൽ നിന്നും പിരിച്ചു മാറ്റി അവരെ കൊണ്ട് നമ്മുടെ നാട്ടിൽ കലാപം നടത്തിക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നുള്ളതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന അട്രോസിറ്റീസ്, അവിടെ നടക്കുന്ന ഹിന്ദു വംശഹത്യ, കൂട്ടക്കൊലകൾ, അവിടെ നടക്കുന്ന പല തരത്തിലുള്ള അനാർക്കിസം, അരാജകത്വങ്ങൾ എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാൻ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് സമയമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ മൊത്തക്കച്ചവടക്കാരാണെന്ന് പറയുന്ന മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ ഈ ഭീകരവാദി, അതായത് അവിടെ കൊല്ലപ്പെട്ട ഭീകരവാദി ഷരീഫ് ഒസ്മാൻ ഹാദിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന തിരക്കിലാണ്. എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്കെതിരെ ഭീഷണി വന്നപ്പോൾ, ഇന്ത്യയുടെ ഹൈക്കമ്മീഷൻ ആക്രമിച്ചപ്പോൾ, 4 അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫീസുകൾ ആക്രമിച്ചപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ത്രിപുരയിലെ ഏറ്റവും വലിയ ആദിവാസി യുവജന സംഘടനകളിലൊന്നായ യൂത്ത് ടിപ്ര ഫെഡറേഷൻ YTF ആണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ പരം ഒരു രാജ്യത്തിന് അഭിമാനിക്കാൻ ഒന്നും വേണ്ട. നിങ്ങൾ തെരുവിലിറങ്ങരുത്, അത് ആ രാജ്യത്തിന് അപമാനമാണ് എന്ന് പറയണം. എന്തായാലും ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതായത് 7 സഹോദരിമാർ സംസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ പിന്തുണച്ചുകൊണ്ട് ധാക്കയ്ക്ക് തിരിച്ചടിക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ അവിടെയുള്ള ഈ നാഷണലിസ്റ്റ് പാർട്ടിയുള്ള അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ അഗർത്തലയിലെ ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷൻ വളഞ്ഞുകൊണ്ട് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ഹൈക്കമ്മീഷൻ വളഞ്ഞു കഴിഞ്ഞാൽ, ഹൈക്കമ്മീഷൻ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൈക്കമ്മീഷൻ ഇവിടെയുള്ള ആദിവാസി യുവാക്കൾ വളയും. അതിന് ഒരു സർക്കാരിന്റെ യാതൊരുവിധ ഒത്താശയും വേണ്ട, സർക്കാർ അത് പറയണ്ട, ആരും ആഹ്വാനം ചെയ്യണ്ട. അവർ സ്വയമേവ ഇറങ്ങും, സ്വയമേവ അവർ അത് വളയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. 2024 ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിവേചനരഹിതമായിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുൻ കൺവീനറാണ് ഈ ഭീകരവാദിയായിട്ടുള്ള അബ്ദുള്ള എന്ന് പറയുന്നത്. പോരാത്തതിന് ഇവൻ ഇപ്പോൾ ബംഗ്ലാദേശിൽ പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൺസ് പാർട്ടി NCPയുടെ നേതാവായിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ്. അവനാണ് ഇപ്പോൾ നമുക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വളഞ്ഞ ആദിവാസി യുവാക്കൾ വെറുതെ വളയുക മാത്രമല്ല ചെയ്തത്. 1971 വിമോചന യുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണയോടെയും ഇന്ത്യൻ സൈന്യത്തിന്റെ ത്യാഗങ്ങളിലൂടെയും ബംഗ്ലാദേശ് രൂപീകൃതമായത് മറക്കരുത്. അത് മറന്നു കഴിഞ്ഞാൽ ഞങ്ങളും പലതും മറക്കും എന്നവർ പറഞ്ഞിട്ടുമുണ്ട്. ഇതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത്, ഇതാണ് രാജ്യത്തോടുള്ള ത്യാഗ മനോഭാവം എന്ന് പറയുന്നത്. ഇത് കൃത്യമായി ഇവിടെയുള്ള ആദിവാസി യുവാക്കൾക്കുണ്ട് എന്ന് വിളിച്ചോതുന്ന ഒരു പ്രകടനമാണ് അവിടെ നടന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.